ബി.ജെ.പിക്ക് പ്രതിസന്ധിയായി ഹരിയാന. സംസ്ഥാനത്തെ ബി.ജെ.പി സർക്കാരിനുള്ള പിന്തുണ 3 സ്വതന്ത്ര എം.എൽ.എമാർ പിൻവലിച്ചു. 90-അംഗ നിയമസഭയിൽ സർക്കാരിന് ഇതോടെ കേവല ഭൂരിപക്ഷം നഷ്ടമായ സാഹചര്യമാണ്. 90-അംഗ നിയമസഭയിൽ ഭരണപക്ഷത്തിന്റെ അംഗസംഖ്യ നിലവിൽ 42 ആണ്. ബി.ജെ.പി സർക്കാരിന്റെ പിന്തുണ പിൻവലിച്ച സ്വതന്ത്രർ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രതിപക്ഷ നേതാവ് ഭൂപേന്ദ്ര സിംഗ് ഹൂഡയുടെയും കോൺഗ്രസ് അധ്യക്ഷൻ ഉദയ് ഭായിന്റെയും നേതൃത്വത്തിലാണ് എം.എൽ.എമാർ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചത്. ഇതോടെ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന എം.എൽ.എമാരുടെ എണ്ണം 34 മാറുകയും ചെയ്തു. 3 എം.എൽ.എമാർ പിന്തുണ പിൻവലിച്ചതോടെ 90-അംഗ ഹരിയാന നിയമസഭയിൽ നിലവിൽ 88 അംഗങ്ങളാണുള്ളത്. എൻ.ഡി.എക്ക് 45 അംഗങ്ങളുടെ പിന്തുണയുണ്ടായിരുന്നു. 3 പിന്തുണ പിൻവലിച്ചതോടെ എൻ.ഡി.എയുടെ അംഗസംഖ്യ 42 ചുരുങ്ങി. നിലവിൽ പ്രതിപക്ഷത്ത് 46 അംഗങ്ങളാണുള്ളത്. കോൺഗ്രസ് 30, ജെ.ജെ.പി 10, സ്വതന്ത്രർ 5, ഐ.എൻ.എൽ.ഡി 1. മാർച്ചിലാണ് നായാബ് സിംഗ് സൈനി ഹരിയാന മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത്. ഹരിയാനയിൽ ജെ.ജെ.പി അതായത് ജൻനായക് ജനതാ പാർട്ടി ബി.ജെ.പി സഖ്യം തകർന്നതിന് പിന്നാലെ മനോഹർ ലാൽ ഖട്ടാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതോടെയാണ് നായാബ് സിംഗ് സൈനി മുഖ്യമന്ത്രിയായത്. കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് 3 എം.എൽ.എമാർ തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കർഷക വിഷയം ഉൾപ്പെടെ പരിഗണിച്ചാണ് തങ്ങളുടെ തീരുമാനമെന്നാണ് എം.എൽ.എമാർ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഹരിയാന മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡെ, കോൺഗ്രസ് ഹരിയാന അധ്യക്ഷൻ ഉഭയ് ഭാൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3-ാം ഘട്ടത്തിൽ 93 സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പിലും പോളിംഗ് ശതമാനത്തിൽ കനത്ത ഇടിവാണ് രേഖപ്പെടുത്തിയത്. 5 മണിവരെ ആകെ 60% പോളിംഗ് രേഖപ്പെടുത്തി. കഴിഞ്ഞ തവണ ആകെ പോളിംഗ് 67.4% ആദ്യ 2 ഘട്ടത്തിലും പോളിംഗ് ശതമാനം കുറഞ്ഞതിനെ തുടർന്ന് വോട്ടർമാരെ പോളിംഗ് ബൂത്തിലെത്തിക്കാൻ എല്ലാ ശ്രമവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിരുന്നു. എന്നാൽ കാര്യമായ ഉയർച്ച പോളിംഗ് ശതമാനത്തിലുണ്ടായില്ല. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മധ്യപ്രദേശിലാണ് കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. അതേസമയം തന്നെ പലയിടത്തും ബി.ജെ.പി പ്രവർത്തകർ തമ്മിൽ തർക്കമുണ്ടായി എന്ന് പറയുന്നുണ്ട്. കർണാടകയിൽ ബി.ജെ.പി ശക്തി കേന്ദ്രമായ തീരദേശ കർണാടകയിലും മുംബൈ കർണാടകയിലെ മേഖലകളിലും പോളിംഗ് ശതമാനം ഉയർന്നിരുന്നു. വൈകിട്ട് 5 മണി വരെ കർണാടകയിൽ 66.05% രേഖപ്പെടുത്തിയിരുന്നു. മഹാരാഷ്ട്രയിലെ 11 മണ്ഡലങ്ങളിൽ നടന്ന 3-ാം ഘട്ട വോട്ടെടുപ്പിലും പോളിംഗ് ഇടിഞ്ഞു. ശക്തമായ പോരാട്ടം നടന്ന ബാരമതിയിലാണ് ഏറ്റവും കുറഞ്ഞ പോളിംഗ്. കടുത്ത ചൂട് 3-ാം ഘട്ടത്തിലും വില്ലനായി എന്നാണ് വിലയിരുത്തൽ. പശ്ചിമ ബംഗാളിലെ ജംഗിപൂരിൽ ബി.ജെ.പി സ്ഥാനാർത്ഥി ധനഞ്ജയ് ഘോഷും തൃണമൂൽ പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളി നടന്നു.